കേരളപ്പിറവി ദിവസം സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാണെന്ന പ്രഖ്യാപനം വന്നു. അതിന് പിന്നാലെ നമ്മുടെ കേരളം അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയിലാണ് പ്രതിപക്ഷം. നല്ല കാര്യമാണ്. ആ പദ്ധതിയിലേക്ക് കൂടുതൽ അർഹരെ കണ്ടെത്തി അവർക്ക് കൂടി കൈത്താങ്ങാകാൻ കഴിയുമല്ലോ സർക്കാരിന്. ഇന്നലെ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിദരിദ്രരെന്ന് MLA പറയുന്ന കുറച്ച് മനുഷ്യർക്കൊപ്പം. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, താഴെക്കോട് പഞ്ചായത്താണ്. ഇവിടെ വാർഡ് മെമ്പർ ഇടതുപക്ഷമാണ്. അപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് ഞങ്ങൾ അപ്പുറത്ത് വീടുണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അപ്പുറത്ത് പോകുന്നുണ്ട്. 5 വർഷമായിട്ട് ഇവർ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു സിസ്റ്റം തകരാറിലാണല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് എന്നോ വീടാവണ്ടേ. അപ്പോൾ ഇവർ വീടില്ല. റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും ഇവർ താമസിക്കുന്ന ഈ വീട്ടിലാണ്. ഈ വീട്ടിലൊരു സൗകര്യമില്ല. ഇവർ താമസിക്കുന്ന വീട്ടിൽ കക്കൂസില്ല. ഇവർ താമസിക്കുന്ന വീട്ടിലൊരു സംവിധാനമില്ല. ഇതിൽ 3 പ്രശ്നങ്ങളാണുള്ളത്. 3 ചോദ്യങ്ങളാണ് MLAയോട് ചോദിക്കാനുള്ളത്. ഒന്ന്, പെരിന്തൽമണ്ണ മണ്ഡലം അത് വർഷങ്ങളായി ലീഗിന്റെ കുത്തകയാണ്. 1980 മുതൽ 2006 വരെ നാലകത്ത് സൂപ്പിയായിരുന്നു മണ്ഡലത്തിന്റെ ജനപ്രതിനിധി. ശരിയാണ്, 2006 വി ശശികുമാർ ജയിച്ചു മണ്ഡലത്തിൽ. അത് കഴിഞ്ഞ് 2011 മുതൽ 2021 വരെ മഞ്ഞളാംകുഴി അലിയും അത് കഴിഞ്ഞ് നജീബ് കാന്തപുരവുമാണ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. അതായത് മണ്ഡലത്തിന്റെ ചരിത്രം നോക്കിയാൽ 1970 മുതൽ ശശികുമാറിന്റെ 5 വർഷം മാറ്റി നിർത്തിയാൽ ലീഗ് മാത്രം ഭരിച്ച മണ്ഡലമാണ് പെരിന്തൽമണ്ണ. അവിടെ ഇത്രയും അതിദരിദ്രരെ നിങ്ങൾക്ക് ഇന്നാണോ കണ്ടെത്താൻ കഴിഞ്ഞത്? ഇനി നമ്മൾ രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരികയാണ്. മുഖ്യമന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രിയും പറഞ്ഞതുപോലെ പ്രാദേശിക ഭരണകൂടത്തിന്റെ സഹായത്തോടെയാണ് ഈ അതിദരിദ്രരെ കണ്ടെത്തിയത്. അവർക്കായി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയത്. ഇക്കഴിഞ്ഞ 4 വർഷം പെരിന്തൽമണ്ണയുടെ MLA നജീബ് കാന്തപുരം ഇതറിഞ്ഞിരുന്നില്ലേ? ഇങ്ങനെ ഒരു പദ്ധതി സർക്കാർ നടപ്പാക്കുന്നുണ്ടെന്ന് MLA അറിഞ്ഞിരുന്നില്ലേ? ഇനി മൂന്നാമത്തെ പ്രശ്നം. ഇന്നലെ 40 മിനിറ്റിലധികം നീണ്ടു MLAയുടെ പ്രസംഗം. MLAയും പരിവാരങ്ങളും അത്രയും നേരം സുഖമായി കസേരയിൽ ഇരുന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ആ പാവം സ്ത്രീകൾ അത്രയും നേരം പ്രദർശന വസ്തുവെന്ന പോലെ നിൽക്കുകയായിരുന്നു. ശരി, അവരുടെ പ്രശ്നങ്ങൾ തുറന്നു കാണിക്കാനുള്ള MLAയുടെ മനസ്സിനെ അഭിനന്ദിക്കുന്നു. അവർക്ക് കൂടി ഇരിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ കഴിയില്ലായിരുന്നോ MLAക്ക്? കേരളത്തിൽ ഇനി അതിദരിദ്രരില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. ഉണ്ടാകും 1 2 അതല്ലെങ്കിൽ ഒരുപക്ഷെ 100 പേരുണ്ടാകും. അവരെ കൂടി കണ്ടെത്തണം, അവരെ കൂടി ചേർത്ത് പിടിക്കണം, അതിൽ സംശയമില്ല.